ഓക്കെ, ഇൻഷാല്ല. എന്തായാലും ലിങ്ക് ഞാൻ പിന്നെ ചേഞ്ച് ചെയ്യാതിരുന്നത് എല്ലാവർക്കും കൂടി പാസ് ചെയ്തതായത് കൊണ്ടാണ്. കൂടുതൽ ആൾക്കും കയറാൻ പറ്റുന്നുണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. യൂസർ ഐഡിയും പാസ്വേഡ് അടിച്ചാൽ മാത്രമേ കയറാൻ പറ്റുന്നുള്ളൂ. എന്തായാലും അതെ, അങ്ങനെ പറ്റും. ഓക്കെ ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. നമുക്ക് എന്ത് ചെയ്യാം, റെക്കോർഡ് ചെയ്തിട്ട് ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം. പറ്റുന്നവർ മാത്രം ജോയിൻ ആയിക്കോട്ടെ. ഓക്കെ, നമ്മള് നമ്മുടെ രണ്ടാമത്തെ ബാച്ചിലേക്ക് കടക്കുകയാണല്ലോ അല്ലേ? അപ്പൊ എന്തായാലും അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷമുണ്ട്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, റബ്ബിനെ ആദ്യം തന്നെ ഒരുപാട് സ്തുതിക്കുന്നുണ്ട്. നമുക്ക് നമ്മളുടെ ഈ ഒരു ജേണി കുറഞ്ഞ ദിവസങ്ങൾക്ക് കൊണ്ട് തന്നെ രണ്ടാമത്തെ ബാച്ചിലേക്കും കൂടി കടക്കാനുള്ള ഒരവസരം കിട്ടിയതിന് നിങ്ങളൊക്കെ തന്നെയാണ് ഇതിന് കാരണം എന്നുള്ളത്. നിങ്ങളൊക്കെ മുമ്പിൽ ഉള്ളത് കൊണ്ടാണല്ലോ നമുക്കതിന് പറ്റുക എന്നുള്ളത്. അപ്പൊ ഇൻഷാ അള്ളാ ഇനി വരുന്ന ഈ യാത്രയിലും നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവണം. കുറഞ്ഞൊരാളുകളാണെങ്കിൽ പോലും ഒരാളാണെങ്കിലും അറിവ് തേടി വരുന്നവർക്ക് അത് കൊടുക്കണം എന്നുള്ളതാണല്ലോ അല്ലെ? അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ആളുകൾ പ്ലാറ്റ്ഫോമിലേക്ക് വന്നാലേ നമ്മൾ കൊടുക്കൂ എന്നതിലപ്പുറത്തേക്ക് കുറഞ്ഞ ആളുകളാണെങ്കിലും കൂടിയ ആളുകളാണെങ്കിലും ഒരാൾക്കെങ്കിലും മാറ്റം ആഗ്രഹിച്ചു വരുന്നവർക്ക് അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ളത്. അതിനി നിങ്ങളിലൂടെ മറ്റ് പലരിലേക്കും കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് നമുക്ക് എത്തിപ്പിക്കാൻ വേണ്ടി പറ്റട്ടെ. ഓക്കെ, അപ്പൊ നമ്മള് ഇതിൽ കൂടുതൽ ആളുകൾക്കും എന്താണ് ഇനിയഗ്രാം എന്ന ഒരു വിഷയത്തെ കുറിച്ചിട്ട് പോലും അറിയാതെ ഇതിനെ കുറിച്ചിട്ട് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ജോയിൻ ചെയ്ത ഒരുപാട് പേര് നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. അവരെന്തായാലും ചിലപ്പോഴെങ്കിലും ഇപ്പോഴ നമ്മുടെ ഈ സൂം ലൈവിൽ കയറിയിരിക്കാൻ ചാൻസ് കുറവാണ്. കാരണം ഒരുപാട് ഏകദേശം 40-ൽ കൂടുതൽ ആളുകളാണ് നമ്മുടെ ഗ്രൂപ്പിലുള്ളത്. ഇവിടെ ആകെ നമുക്കിപ്പം 3 ആളുകൾ മാത്രമേ ജോയിൻ ആയിട്ടുള്ളൂ. ഓക്കെ, കുഴപ്പമില്ല. എന്നാലും ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മറ്റുള്ളവരൊക്കെ വരും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്നിരുന്നാലും നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് ഗ്രൂപ്പിൽ അഡ്മിൻ ഓൺലി ആക്കിയത് കൊണ്ട് തന്നെ ഗ്രൂപ്പ് അവിടെ അവർക്ക് ചോദിക്കാൻ പറ്റുന്നില്ലെങ്കിലും ഒരുപാട് പേര് പേഴ്സണലായി ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണിത്, ഇതിനെ കുറിച്ചിട്ടൊന്നും അറിയില്ലല്ലോ, ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒരു സംഭവം കേൾക്കുന്നതെന്നൊക്കെ ഒരുപാട് പേര് ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം അവർക്കുള്ള സംശയത്തിന്റെ മറുപടി എന്നതിനെ തന്നെ നമുക്ക് തുടങ്ങാം. കാരണം അവർ പിന്നീട് റെക്കോർഡ് കേൾക്കുന്ന സമയത്ത് അവർക്ക് ഇനി ചോദിക്കാനുള്ള അവസരം ഇല്ലല്ലോ എന്നുള്ള ഒരു വിഷമം വേണ്ടല്ലോ അല്ലെ? അപ്പോൾ ഇനിയാഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു ടൂളാണ്. നമുക്ക് എല്ലാത്തിനും ഓരോ ഓരോ ടൂൾസ് ഉണ്ട് അല്ലേ? നമുക്കറിയാം, ടൂൾസ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ ഉള്ളിലേക്ക് കയറി പോകുന്ന ഒരു ടൂൾസ് എന്ന് പറയുന്നത് നമ്മളെ സ്പാനറും സ്ക്രൂ ഡ്രൈവറും ഒക്കെ ആയിരിക്കും അല്ലേ? അങ്ങനെ സ്പാനറും സ്ക്രൂ ഡ്രൈവറും അങ്ങനെയുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ ടൂൾസായി നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നുണ്ടെങ്കിലും നമുക്കറിയാം, നമുക്ക് നിത്യോപയോഗത്തിന് വേണ്ടി നമ്മൾ കിച്ചണിലേക്ക് കടക്കുകയാണെങ്കിൽ പോലും അവിടെ കിച്ചൺ ടൂൾസുകളുണ്ട്. അങ്ങനെ എവിടെയാണോ നമ്മൾ വർക്ക് ചെയ്യുന്നത്, ഏത് മേഖലയിലാണോ നമ്മൾ വർക്ക് ചെയ്യുന്നത്, ആ ചെയ്യുന്ന മേഖലയിലേക്ക് അവിടുത്തെ വർക്കിനെ സ്മൂത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടൂൾസ് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? ഒരു വർക്ക്ഷോപ്പിലേക്ക് പോവുകയാണെങ്കിൽ, ഒരു കാറിനെ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തുണ്ട്? കാറുമായി ബന്ധപ്പെട്ട എക്യുപ്മെന്റ്സുകൾ, ടൂൾസുകളുണ്ട്. ആ ടൂൾസ് ഉപയോഗിച്ചായിരിക്കും നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കിച്ചണിലേക്കാണെങ്കിലോ കിച്ചൺ ആക്സസറീസ്, കിച്ചൺ ടൂൾസുകളാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുക എന്നുള്ളത് അല്ലേ? ഇനി നമ്മളുടെ ലാപ്ടോപ്പിലോ മൊബൈലിലോ ആണെങ്കിലോ അവിടെ നമ്മൾക്ക് ഉപയോഗിക്കുന്ന ടൂൾസുകൾ എന്തായിരിക്കാം? അതിന് നമ്മൾക്ക് മെക്കാനിക്കൽ ചെയ്യാൻ വേണ്ടിയിട്ടോ അതിനെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടോ ഉപയോഗിക്കുന്ന ടൂൾസുകൾ വേറെ ആയിരിക്കാം. അതിന് ഓരോ വിഭാഗത്തിലേക്കും നമുക്ക് ഓരോ ഓരോ ടൂൾസുകളായിരിക്കും നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളത്. അങ്ങനെ എല്ലാ മേഖലയിലും നമ്മൾക്ക് ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്മൂത്തായി ആ സാധനത്തെ യൂസ് ചെയ്തെടുക്കുന്നത് അല്ലേ? എന്നാൽ നമ്മൾ നമ്മളായി മാറുന്ന നമ്മുടെ ലൈഫിനെ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നാം നമ്മുടെ ലൈഫിൽ ഉപയോഗിക്കുന്ന ഒരുപാട് ആക്സസറീസുകൾക്ക് നമ്മൾ ടൂൾസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് എന്ത് ടൂൾസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? നാം എന്ന ഈ ഒരു മനുഷ്യനെ ഒരു പ്യൂർ മനുഷ്യനാക്കാൻ വേണ്ടിയിട്ട്, നാം എന്ന ഒരു മനുഷ്യനെ ഒരു പ്യൂർ വ്യക്തിത്വമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ടൂൾസാണ് ഉപയോഗിക്കുന്നുള്ളത്? ഇനി നമ്മൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു വണ്ടിയോ മൊബൈലോ എന്തും ആവട്ടെ, അവിടെ നമ്മൾ ഒരു ടൂൾസ് ഉപയോഗിച്ച് അതിനെ മെക്കാനിക്കൽ ചെയ്ത് ശരിയാക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾക്ക് വെറുതെ നമ്മൾ ഷോപ്പിൽ നിന്ന് ഒരു പുതിയ സാധനം വാങ്ങിക്കൊണ്ട് വന്ന് പിറ്റേ ദിവസം തന്നെ നമ്മൾ അതിനെ അയച്ചു മാറ്റുന്നുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ അതിന് എന്തെങ്കിലും കേടുപാടുകൾ വരുമ്പോൾ ഇതിനൊരു കേടുണ്ടെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിനെ ഒരു ടൂൾസ് ഉപയോഗിച്ച് അതിനെ ശരിയാക്കാനോ റെഡിയാക്കാനോ നമ്മൾ തുനിഞ്ഞിറങ്ങുന്നത് അല്ലേ? അതുപോലെ തന്നെ നമ്മൾ മനുഷ്യ സമൂഹത്തിൽ നമ്മളിവിടെ മനുഷ്യരാശിയിൽ ഇറങ്ങി നമ്മൾ ഒരു കുഞ്ഞായി ഭൂമിയിലേക്ക് പിറന്ന് വീഴുന്നതോട് കൂടിയിട്ട് നമുക്ക് ഒരു കുഴപ്പമില്ല. നമ്മൾ അത്രയും
പക്ക മനുഷ്യനാണ്. ആ പക്ക മനുഷ്യനായ പക്ക ബേബിയായി നമ്മൾ ഒരു വൈറ്റ് പേപ്പറായി ഇറങ്ങി വരുന്ന നമ്മൾ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ജീവിച്ചു വരുന്ന സമയത്ത് നമ്മളിലേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരികയാണ്. ഒരുപാട് ആളുകളുടെ കൂടെ നമ്മൾ ജീവിക്കുകയാണ്. നമ്മൾ ഭാര്യയായിട്ട് ജീവിക്കുന്നുണ്ട്, മക്കളായിട്ട് ജീവിക്കുന്നുണ്ട്, ഭർത്താവായിട്ട് ജീവിക്കുന്നുണ്ട്, സഹോദരങ്ങളായിട്ട് ജീവിക്കുന്നുണ്ട്, അയൽവാസികളായിട്ട് ജീവിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ്, മദർ ഇൻ ലോ ആയി ജീവിക്കുന്നുണ്ട്, ഫാദർ ഇൻ ലോ ആയി ജീവിക്കുന്നുണ്ട്, ഇളയച്ചി, മൂത്തച്ചി, പെങ്ങന്മാര്, അങ്ങനെ 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 ഡിഫറെന്റ് തലത്തിൽ നമ്മൾ ഓരോരുത്തരും ഒരു വ്യക്തി തന്നെ പല വേഷങ്ങളും ധരിച്ചിട്ട് നമ്മൾ ജീവിതം മുമ്പോട്ട് പോവാണ് അല്ലെ. ഈ ഒറ്റ വ്യക്തിയായി എനിക്ക് എത്രമാത്രം നെയിംസുകൾ ഉണ്ടാവാം അല്ലെ. എൻ്റെ ഞാനാണെന്ന് അറിയപ്പെടുന്ന എൻ്റെ നെയിമായ ആമിന ഷാജഹാൻ എന്നതിലപ്പുറത്തേക്ക് ഞാൻ കുറച്ച് പേർക്ക് ഞാനൊരു ഉമ്മയാവാം, ഒരാൾക്ക് ഞാനൊരു ഭാര്യയാവാം, രണ്ടാൾക്ക് ഞാനൊരു മകളാവാം, വേറെ രണ്ടാൾക്ക് ഞാനൊരു മരുമകളാവാം അല്ലെ. അങ്ങനെ ഞാൻ ഡിഫറെന്റ് മേഖലയിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഞാൻ ഡിഫറെന്റ് മേഖലയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഓരോ സ്ഥലങ്ങളിൽ നമുക്ക് ഉപയോഗിക്കുക എന്നുള്ളത്, നമുക്ക് നമ്മുടെ ഒരു കത്തി ഉപയോഗിച്ചിട്ട് നമ്മൾ ഒനിയൻ കട്ട് ചെയ്യുന്നതും ഒരു ബനാന കട്ട് ചെയ്യണതും സെയിം എനർജി യൂസ് ചെയ്തിട്ടാണോ? അല്ലല്ലോ. ഒനിയൻ കട്ട് ചെയ്യുമ്പോഴും ബനാന കട്ട് ചെയ്യുമ്പോഴും നമ്മൾ ഉപയോഗിക്കുക എന്ന് പറയുന്ന എനർജിയുടെ ലെവൽ ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെ ആ ഡിഫറെൻ്റ് ലെവലിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു എനർജി, ആ എനർജിയുടെ വേരിയേഷൻ നമുക്ക് മനസ്സിലാക്കി നമ്മൾ അവിടെ അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ ഉമ്മയായി ഞാൻ ഇവിടെ ഏത് തരത്തിലായിരിക്കണം, മരുമകളായി ഞാൻ ഇവിടെ ഏത് തരത്തിലായിരിക്കണം, അങ്ങനെ നമ്മുടെ ഡിഫറെന്റ് ക്യാരക്ടറിലേക്ക് നമ്മൾ മാറുന്ന സമയത്ത് അവിടെ നമ്മൾ ഏത് തരത്തിലാണ് നമ്മൾ വിനിയോഗിക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു ഫ്ലോവിൽ അങ്ങോട്ട് പോകാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളതാണ്. ആ ഫ്ലോവിൽ അങ്ങോട്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് എന്തുണ്ടാവുന്നുണ്ട്, നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് സ്ട്രെസ് വരുന്നുണ്ട്, ലൈഫിൽ ഒരുപാട് ഇഷ്യൂസ് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരുന്ന സമയത്ത് അവിടെ നമുക്ക് ഈ ഒരു ടൂൾസ് ഉപയോഗിച്ച് അയക്കേണ്ടത് അയച്ചിട്ടും പിന്നെ ചേർക്കേണ്ടത് ചേർത്തിയിട്ടും അതിനെ ഒന്ന് സെറ്റാക്കി ആ ടൂൾസിനെ കറക്റ്റ്, ആ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് ആ ഭാഗത്തെ ഒന്ന് കറക്റ്റ് ഫിറ്റ് ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, കറക്റ്റ് റൂട്ടിലൂടെ അതിനെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. അങ്ങനെ കറക്റ്റ് റൂട്ടിലൂടെ ഒരു മനുഷ്യ സമൂഹത്തിൽ, മനുഷ്യ സമുദായത്തിൽ മനുഷ്യനായി നമ്മൾ ജീവിക്കുന്ന സമയത്ത് അവിടെ നമ്മൾക്ക് നമ്മുടെ മനുഷ്യൻ എന്ന് പറയുന്നത് 9 വിഭാഗം സ്വഭാവത്തിൽ പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഈ ഒരു 9 വിഭാഗം സ്വഭാവത്തിൽ പെടുമ്പോഴും ഈ 9 സ്വഭാവവും നമ്മളുടെ ഓരോ വ്യക്തിത്വത്തിലും ഉണ്ടാവാം. അല്ലാതെ ഒരാളുടേതിൽ ഒന്ന് ഒരാളത് ഒന്ന് എന്നല്ല. 9 സ്വഭാവവും നമ്മളുടെ ഒരു വ്യക്തി എന്ന് പറയണം, ഞാനെന്ന ഒരു വ്യക്തിയിൽ ഇതിൽ 9ഉം ഉണ്ടാകും. ഈ ഞാനെന്ന് പറയുന്ന വ്യക്തിയിൽ ഈ 9ഉം ഉണ്ടെങ്കിൽ ഇതിൽ എവിടെയാണ് ഏതാണ് ഉപയോഗിക്കേണ്ടത്, നമ്മുടെ കയ്യിലുള്ള ചൂട് വാട്ടറും കൂൾ വാട്ടറും നമ്മൾ എവിടെയാണ് ഉപയോഗിക്കേണ്ടത്, അങ്ങനെ നമ്മൾക്ക് ഇത് എവിടെയാണ്, ഏത് സമയത്ത്, ഏത് അളവിലാണ്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് അതിന് കൂടുതൽ കൊടുക്കേണ്ട സ്ഥലത്ത് കൂടുതലും കുറവ് കൊടുക്കേണ്ട സ്ഥലത്ത് കുറവും കൊടുത്തുകൊണ്ട് പിടിച്ചിരിക്കേണ്ടതിടത്ത് പിടിച്ചു വെച്ച് നോ പറയേണ്ട സ്ഥലത്ത് നോ പറഞ്ഞ് പെർമിഷൻ കൊടുക്കേണ്ട സ്ഥലത്ത് പെർമിഷൻ കൊടുത്ത് ഒരു സ്മൂത്തായ റൂട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി പറ്റാത്തത് കൊണ്ടാണ് നമുക്ക് ഒരുപാട് പേരിലേക്ക് ലൈഫിൽ സ്റ്റക്നെസ് വരുന്നുള്ളത്. ഇങ്ങനെ ലൈഫിൽ സ്റ്റക്നെസ് വരുന്ന സമയത്ത് ആ ലൈഫിനെ കറക്റ്റ് അപ്ലൈ ചെയ്ത് കൊണ്ടുപോവാൻ വേണ്ടിയുള്ള ഒരു ടൂളാണ് എനിയാഗ്രാം എന്ന് പറയുന്ന ടൂൾ. എനിയാഗ്രാം എന്ന് പറയുന്ന സയന്റിഫിക് ആയിട്ടുള്ള ഈ ഒരു ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ എന്ന് പറയുന്ന നമ്മളെ അഴിക്കേണ്ടടുത്ത് അഴിച്ചും ഫിറ്റ് ചെയ്യേണ്ടടുത്ത് ഫിറ്റ് ചെയ്തും മുറുക്കേണ്ടടുത്ത് മുറുക്കിയും നമ്മൾക്ക് മാറ്റിയെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന സമയത്ത് ഞാൻ എന്ന വ്യക്തിക്ക് ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത്, ആരുടെ കൂടെയാണോ ഇടപഴകുന്നത്, ആരോടാണോ സംസാരിക്കുന്നത്, അതിന് നമുക്ക് അത്രയും പെർഫെക്റ്റ് ആയ രീതിയിൽ മാറാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ബെസ്റ്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നമുക്ക് ആരോട് ഏത് രീതിയിൽ സംസാരിക്കണം, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ ബെസ്റ്റ് ആക്കി എടുക്കുക. കമ്മ്യൂണിക്കേഷൻ സ്കിൽ ബെസ്റ്റ് അല്ലാത്ത കാരണം കൊണ്ട് എത്രമാത്രം ഫാമിലിയിൽ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, എത്രമാത്രം ഫാമിലികൾക്കിടയിൽ വിള്ളലുകൾ വരുന്നുണ്ട്. ചിലപ്പോഴെങ്കിലും ചോദിക്കുന്ന ചോദ്യത്തിന്റെ ആ അളവൊന്ന്, അതിന്റെ തോതൊന്ന് കൂടിയത് കൊണ്ടോ അതല്ലെങ്കിൽ അതിന്റെ തോതൊന്ന് കുറഞ്ഞത് കൊണ്ടോ ചിലപ്പോഴെങ്കിലും ദാമ്പത്യ ജീവിതം പോലും തകർന്ന് തരിപ്പണമാവുന്നത് പോലും നമ്മൾ കാണാറുണ്ട്. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ പാരന്റിങ്ങിലേക്ക് വരികയാണെങ്കിലും അവിടെ നമുക്ക് നല്ലൊരു ടൂൾസായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണ് നമ്മുടെ എനിയാഗ്രാം എന്ന് പറയുന്നത്. നമ്മളെന്ന് പറയുന്ന വ്യക്തി നമ്മളൊരു പാരന്റായി മാറണ സമയത്ത് നമ്മുടെ കുട്ടിയെ
നമ്മളുടെ കുട്ടിയെ നമ്മൾ പരിലാളിച്ച് വളർത്തിയെടുക്കുന്ന സമയത്ത് പിന്നെ പാരന്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിലേക്ക് വരുന്ന ഒരു പാരന്റ് ഉണ്ട്. എനിക്ക് കുട്ടിയില്ലല്ലോ, ഞാൻ പ്രസവിച്ചിട്ടില്ലല്ലോ, ഞാൻ പ്രസവിച്ചാലല്ലേ എനിക്ക് കുട്ടി ഉണ്ടാവുള്ളൂ, അതല്ലെങ്കിൽ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ എന്ന്. ഈ പാരന്റ് എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് ഞാനൊരു മാതാവായാലോ ഞാനൊരു പിതാവായാലോ അല്ല പാരന്റ് ആവുക എന്നുള്ളത്. നമ്മൾ ഓരോ തരത്തിലും നമ്മൾ പാരന്റ് ആണ്. നമ്മൾ ഒരു ടീച്ചറായിട്ടാണ് പോവുകയാണെങ്കിൽ ആ കുട്ടികളുടെ മുന്നിൽ ഈ ടീച്ചർ എന്ന് പറയുന്നത് അവിടെ ഒരു പാരന്റിങ് റോളാണ്. നമ്മൾ ഒരു ജസ്റ്റ് വൺ നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യാണ്, ഒരു മാനേജർ പോസ്റ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹൈ പോസ്റ്റിലോ ആണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കീഴ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു പാരന്റാണ് നമ്മൾ. അപ്പോൾ പാരന്റിങ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മളതവിടെ ഒരു മാതാവോ പിതാവോ എന്നതിലപ്പുറത്തേക്ക് നമുക്ക് അവിടെ ആ ഒരു പാരന്റിങ് കൺട്രോൾ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന ഒരു സിസ്റ്റവും കൂടിയാണ് നമ്മുടെ അതിലുപരി നമുക്ക് നമ്മുടെ മക്കളിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ടൂൾ ആണ് നമ്മുടെ എനിയാഗ്രാം എന്നുള്ള ടൂൾ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു ടൂൾ പഠിക്കുന്നതോട് കൂടി, ഈ ഒരു ടൂൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്നതോട് കൂടി നമ്മുടെ വീട്ടിൽ നമ്മുടെ പല പല ടൂൾസ് ബോക്സുകളും നമ്മൾ വാങ്ങിച്ചു വെക്കുന്നുണ്ടാവും അല്ലെ. പല ടൂൾസ് ബോക്സുകൾ നമുക്ക് ജസ്റ്റ് വൺ നമ്മുടെ കിച്ചണിൽ നമ്മുടെ കുക്കറിന്റെ ഹാൻഡിൽ ഒന്ന് ലൂസായാൽ ജസ്റ്റ് വൺ അതിന്റെ സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്യാൻ വേണ്ടി കിച്ചണിൽ തന്നെ നമ്മൾ കിച്ചണിന്റെ ഡ്രോയറിൽ ഒരു സ്ക്രൂ ഡ്രൈവർ അവിടെ എന്നും സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടാവും അല്ലേ. പെട്ടെന്ന് തന്നെ അത് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് തിരഞ്ഞെവിടെയും പോവണ്ടല്ലോ എന്നുള്ള രീതിയിൽ. അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന ആക്സസറീസിന് മൊത്തം നമ്മൾ അതിനാവശ്യമായ പെട്ടെന്ന് അതിനെ റെഡിയാക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന ടൂൾസുകൾ മൊത്തം കയ്യിൽ ഉപയോഗിച്ചുകൊണ്ട് മുഴുവൻ സാമഗ്രികളെയും നമ്മൾ അത്രയും പെർഫെക്റ്റോട് കൂടി കൊണ്ടുപോകുന്ന സമയത്ത് ആ ടൂളിനെ ഉപയോഗിക്കുന്ന വ്യക്തിയായ നമ്മളുടെ ടൂൾസിനെ നമ്മളുടെ മെക്കാനിക്കലിനെ നമ്മുടെ ആ ഒരു മെക്കാനിസത്തെ നമ്മൾക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുവരെയായിട്ട് നമുക്കൊരു ടൂൾ നമ്മൾ കരുതി വെച്ചിട്ടുണ്ടോ? നമുക്കൊരു ടൂൾ ഉണ്ട് എന്ന് മാർക്കറ്റിൽ കാണുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ എത്ര വില കൊടുത്തും അതിനെ പോയി വാങ്ങാൻ ചിലപ്പോൾ റെഡി ആയിരിക്കാം. മാളിൽ വലിയൊരു പാക്കേജ് വെക്കുകയാണ്, ഇത് ഒരു മനുഷ്യനിക്കുള്ള ടൂളാണ്, ഇത് ഉപയോഗിച്ച് നിങ്ങളുടെ കയ്യും കാലൊക്കെ ഇങ്ങനെയൊക്കെ ആക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചിലപ്പോഴെങ്കിലും ഒരു വലിയൊരു ബോക്സിലാക്കി അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോഴെങ്കിലും നമ്മൾ അതിന് വലിയ വില കൊടുത്ത് നമ്മൾ അതിനെ വാങ്ങിക്കൊണ്ടുവരും. അത് ഉപയോഗിക്കാൻ പറ്റുന്നോ ഇല്ലയോ എന്ന് നമ്മൾ ചിലപ്പോഴെങ്കിലും ആ സമയത്ത് ചിന്തിക്കില്ല. അതെന്താണെന്ന് പറയാൻ കാരണം നമ്മുടെ വീട്ടിൽ തന്നെ എത്രയോ ടൂൾസുകൾ ഉണ്ടാവാം, നമ്മൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും എന്നുള്ള രീതിയിൽ വാങ്ങി വെച്ചിട്ട് ഒരിക്കൽ പോലും ചിലപ്പോഴെങ്കിലും ഉപയോഗിക്കാതെ വെക്കുന്ന ഒരുപാട് ടൂൾസുകൾ ഉണ്ടാവാം. അപ്പൊ അങ്ങനെ നമുക്ക് മാർക്കറ്റിൽ ഇങ്ങനെ ഒരു സംഭവത്തെ ഒരു വിൽപ്പനയിൽ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ചിലപ്പോൾ അത് വാങ്ങാനുള്ള ടെൻഡൻസി വരും. പക്ഷേ ഇവിടെ ഇത് എന്തില്ല, നമുക്ക് മാർക്കറ്റിൽ കൊണ്ടുപോയി വെക്കാൻ വേണ്ടി പറ്റിയ ഒരു ടൂൾസായി നമുക്ക് ആ ഒരു ടൂൾസായി അതിനൊരു ഫിസിക്കൽ ബോഡി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല ഈ ഒരു ടൂൾ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ബാക്കി ആക്സസറീസിന് മൊത്തം ഉപയോഗിക്കുന്ന ഒരു ടൂൾസിനൊക്കെ ഒരു ഫിസിക്കലായിരിക്കണം ഒരു ഫിസിക്കലായിരിക്കുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ മനുഷ്യനെ റെഡിയാക്കാനുള്ള ടൂൾസിന് എന്തുകൊണ്ടാണ് ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു ഐറ്റംസ് ഇല്ലാത്തത്? അങ്ങനെ എന്തെങ്കിലും ഫിസിക്കലായിരിക്കുന്ന ഒരു വസ്തു ഉണ്ടെങ്കിൽ നമുക്കത് വാങ്ങി ചെയ്താൽ പോരെ? എന്തുകൊണ്ടായിരിക്കാം അവിടെ ഈ മനുഷ്യൻ എന്ന് പറയുന്ന ഞാനും നിങ്ങളും ഞാനാണെന്നും നിങ്ങൾ നിങ്ങളാണെന്നും അവകാശപ്പെട്ട് നമ്മളാണെന്ന് അഹങ്കരിച്ച് എൻ്റെ കൈ, എൻ്റെ കണ്ണ്, എൻ്റെ കാല്, എൻ്റെത് എന്ന് നമ്മൾ ദിവസത്തിൽ ചിലപ്പോൾ എത്രയോ തവണ ഉരുവിടുന്ന ആ ഒരു വേർഡ്സ് അല്ലേ, സത്യത്തിൽ ഈ എൻ്റെതെന്ന് പറയുന്ന ഞാൻ ഒന്ന് എഴുന്നേൽക്കാൻ പോലും എനിക്ക് പറ്റുമോ? ഇല്ല. ഞാനായത് എപ്പോഴാണ്? ഞാൻ ഈ ഭൂമി ലോകത്തേക്ക് ജനിച്ചു വീഴുമ്പോൾ എനിക്ക് എന്നെ അറിയാമായിരുന്നു. ഞാനാണെന്ന് തിരിച്ചറിവ് വന്നതും ഞാനാണെന്ന് അറിഞ്ഞ് എനിക്ക് വേണ്ടി ഞാൻ പ്രവർത്തനം ആരംഭിച്ചതും ഞാൻ ഈ ഭൂമി ലോകത്ത് എന്നെ മറ്റുള്ളവർ കാണാൻ വേണ്ടി തുടങ്ങിയതിൻ്റെയും എത്രയും ശേഷമാണ്. എന്നെ എൻ്റെ മാതാവും പിതാവും എൻ്റെ ചുറ്റുമുള്ളവരും എല്ലാവരും കാണാൻ വേണ്ടി തുടങ്ങി എത്രയോ കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഞാൻ എന്നെ കാണാൻ തുടങ്ങുന്നത്. ഞാൻ എന്നെ കാണാൻ തുടങ്ങിയതിന്റെ ശേഷം പിന്നീടും കുറെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനാണെന്ന രീതിയിൽ ഞാൻ അഹങ്കരിക്കുന്നത്. ഞാനാണെന്ന രീതിയിൽ അഹങ്കരിച്ചോ അഭിമാനിച്ചോ എങ്ങനെ ആയിക്കോട്ടെ, ആ ജീവിതത്തെ നാം മുമ്പിലോട്ട് നയിക്കുന്ന സമയത്ത് നമുക്ക് നമ്മളാവുന്ന ഈ എന്നെ റെഡിയാക്കാനുള്ള ടൂൾസ് എവിടെ നിന്നും നമുക്ക് വാങ്ങിക്കാൻ കിട്ടാത്തതിന്റെ റീസൺസ് എന്ന് പറയുന്നത് ഞാനെന്ന വ്യക്തി ഞാൻ ഒറ്റയ്ക്കല്ല. ഞാനെന്ന വ്യക്തി എന്ന് പറയുന്നത് ഈ കാണുന്ന ഫിസിക്കൽ ബോഡി ആയിരിക്കുന്ന ഞാനും
അതേപോലെ തന്നെ നമുക്കറിയാം അല്ലെ, നമുക്ക് എല്ലാവർക്കും ഒരു സോൾ ഉണ്ട് എന്നല്ലേ. അപ്പൊ യഥാർത്ഥമായിരിക്കുന്ന ആ സോള് എന്നിൽ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ഈ ഞാനാവുന്നുള്ളൂ. ഈ സോള് ഞാനാക്കി പ്രവർത്തിപ്പിക്കുന്ന എൻ്റെ സോള് എന്നിലുള്ളിടത്തോളം മാത്രമായിരിക്കാം ഈ എന്നെ നിങ്ങൾ എല്ലാവരും ചിലപ്പോഴെങ്കിലും മിസ് എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവാം, പേര് വിളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം, എന്തും ആയിക്കോട്ടെ, നിങ്ങൾ എനിക്കൊരു നാമം അഭിസംബോധന ചെയ്തിട്ട് എന്നെ വിളിക്കുന്നത് എനിക്ക് ആ ഒരു പേര് നിങ്ങൾ വെക്കുന്ന സമയത്ത് മാത്രമായിരിക്കാം. പക്ഷേ ഞാനെന്ന് പറയുന്ന എൻ്റെ സോള് എന്നിൽ നിന്ന് എന്നാണോ ഇറങ്ങിപ്പോകുന്നത് അന്ന് മുതൽ നിങ്ങൾ എന്നെ വിളിക്കുന്ന പേര് വേറെ ആയിരിക്കാം. അല്ലേ, നമ്മളെല്ലാവരും അങ്ങനെ തന്നെയല്ലേ. അതിനുശേഷം നമ്മളെ വിളിക്കുന്ന പേര് ഒറ്റ സെക്കൻഡ് കൊണ്ട്, ഇന്ന് ചിലപ്പോൾ ഞാൻ ഇവിടെ ഈ ഇരുന്ന ചെയറിൽ നിന്ന് എഴുന്നേൽക്കുമോ എന്ന് പോലും എനിക്കെന്നെക്കുറിച്ച് ബോധ്യമില്ലാത്ത, ഞാൻ എൻ്റെതാണെന്ന് അവകാശപ്പെട്ട എൻ്റെ പേരിനെ നിങ്ങൾ ഒരാളും പോലും വിളിക്കാത്ത അവസ്ഥയിലേക്ക് ഞാൻ മാറുന്ന ഒരവസ്ഥയിലേക്ക് എത്തണമെന്നോ ഉണ്ടെങ്കിൽ നമ്മളിൽ പ്രവർത്തിക്കുന്ന ആ സോളിനെ എത്രത്തോളം നമ്മളാക്കി മാറ്റാൻ പങ്കുണ്ട്. എന്നിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, യഥാർത്ഥ ആ സോളിനെ കുറിച്ച് നമ്മൾ കാണുന്നില്ല. ആ യഥാർത്ഥ സോളിനെ നമ്മൾ കാണാത്തത് കൊണ്ട് തന്നെ ആ സോൾ എന്ന് പറയുന്ന ആ ഒരു എനർജിയെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, എപ്പോഴെങ്കിലും നമുക്കൊന്ന് റെഡിയാക്കി എടുക്കുക. എന്ന് വെച്ചാൽ സോളിനെ അല്ല റെഡിയാക്കി എടുക്കേണ്ടത്. സോള് അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഉള്ളതെങ്കിലും ആ സോളിനെ നമ്മളുടെ കൂടെ നമ്മുടെ ഈ ഒരു ബോഡിയിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്ത്, നമ്മുടെ ബോഡിയിലേക്ക് നമ്മൾ റബ്ബ് സുബ്ഹാനഹു വ തആല അയച്ച് നമ്മുടെ ബോഡിയിൽ അത് ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ബോഡിയുമായി ആ സോള് പ്രവർത്തിക്കുന്ന സമയത്ത്, നമ്മുടെ ബോഡിയിൽ ആ സോള് പ്രവർത്തിച്ചു വരുന്ന സമയത്ത് അവിടെ ആ ബോഡിയും സോളും തമ്മിലുള്ള സ്വരച്ചേർച്ചകൾ വരുന്ന സമയത്താണ് നമ്മൾക്ക് വേരിയേഷൻ വരുന്നത്. അവിടെ വരുന്ന സ്വരച്ചേർച്ചകളെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഈ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ആവശ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നമുക്ക് ഉപയോഗിക്കുന്ന ടൂൾസിനെ ഒന്നും തന്നെ നമുക്ക് കണ്ടുകൊണ്ട് എടുത്തുപയോഗിക്കാൻ വേണ്ടി പറ്റാത്തത്. കാരണം നമ്മുടെ ഈ ഒരു ഫിസിക്കൽ ബോഡി നമുക്ക് കാണുന്നുണ്ടെങ്കിലും കാണാത്ത മറ്റേ ഒരു തലം നമുക്കുള്ളത് കൊണ്ട് ആ തലത്തിനെയും ഈ തലത്തിനെയും യോജിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടൂൾസിനെ നമുക്ക് എവിടെ നിന്നും പോയി ഒരു പാക്കറ്റിലാക്കി വാങ്ങിക്കൊണ്ടുവന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂൾ അല്ല. പകരം നമ്മളുടെ മൈൻഡ് ഉപയോഗിച്ച്, നമ്മുടെ ഹേർട്ട് ഉപയോഗിച്ച് നമ്മൾ ചിന്തിച്ച് പഠിച്ച് പ്രവർത്തിപ്പിച്ചെടുക്കേണ്ട സംഭവങ്ങളാണ്. അങ്ങനെ നമ്മളെ മനസ്സിലാക്കി ചിന്തിച്ച് പഠിച്ച് പ്രവർത്തിച്ചെടുക്കേണ്ട ഈ സംഭവം ആയതുകൊണ്ട് തന്നെ ഇതിനെ മനസ്സിലാക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കോമൺ സമൂഹത്തിന് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ചിലപ്പോഴെങ്കിലും പറയാം ഓൺലൈൻ ക്ലാസ് ആണ്, ഇപ്പൊ ഇത് തന്നെയാണ്, മൊത്തം തട്ടിപ്പാണ്. ശരിക്കും ആ ഒരു തട്ടിപ്പെന്ന് പറഞ്ഞ് നമ്മുടെ ഒരു ഫിസിക്കലായിരിക്കുന്ന ഒരു ബോഡിയിൽ നിന്ന് നമ്മൾ അതിനെ കോൺഷ്യസ് ആയി നമ്മൾ പറയുന്നുണ്ടെങ്കിൽ, ശരിക്കും പറയുകയാണെങ്കിൽ യഥാർത്ഥ നമ്മൾ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. യഥാർത്ഥ ഞാനെന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് എൻ്റെ സോളിനോട് എനിക്ക് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇത്തരം കാണുന്ന സംഭവത്തെ ഇതൊരു തട്ടിപ്പാണെന്ന് പറഞ്ഞിട്ടോ ഇതൊരു വെട്ടിപ്പാണെന്ന് പറഞ്ഞിട്ടോ നമ്മൾ തള്ളില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ചോദിക്കും, അപ്പൊ അതൊക്കെ തട്ടിപ്പില്ലേ എന്ന്. തീർച്ചയായിട്ടും ഉണ്ട്. എല്ലാത്തിലും നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 9 ക്യാരക്ടറിന്റെ സ്വഭാവമുള്ള ജനങ്ങൾ ഈ ഭൂമിയിലുണ്ടെങ്കിൽ അതിനും 2 തലങ്ങളുണ്ട്. അതേപോലെ തന്നെ എല്ലാത്തിനും നമ്മൾക്ക് 2 തലങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് നമ്മുടെ റബ്ബ് സുബ്ഹാനഹു വ തആല എന്ത് തന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ സൃഷ്ടികളിൽ വെച്ചിട്ടും മനുഷ്യനിക്ക് മാത്രം ചിന്തിക്കാനുള്ള ഡിഫറെന്റ് കഴിവ് കൊടുത്തിട്ടുള്ളത് അല്ലെ. മൃഗങ്ങൾക്കൊക്കെ എത്രമാത്രം ബുദ്ധിയുണ്ട് അല്ലെ. മൃഗങ്ങൾക്ക് എത്രമാത്രം ബുദ്ധിയുണ്ട്. നമുക്കൊരു പട്ടിയെ കണ്ടാലറിയാം, പട്ടിക്കൊന്ന് ഒരു നേരം നമ്മളൊരു ഭക്ഷണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എവിടെ നമ്മൾ കണ്ടാലും ഒന്ന് വാലാട്ടി നമ്മുടെ പിന്നാലെ വരും. അതേസമയം നമ്മൾ 3 നേരം 30 വർഷം ഭക്ഷണം കൊടുത്ത ആള് പോലും നമ്മളെ വഴിക്ക് കണ്ട പരിചയമില്ലാതെ തിരിഞ്ഞു പോകുന്ന മനുഷ്യനായിരിക്കാം അല്ലെ. അപ്പൊ അത്രത്തോളം ഈ മനുഷ്യനേക്കാളും വിവേകത്തോട് കൂടിയിട്ട് ആര് പ്രവർത്തിക്കുന്നുണ്ട്, നമ്മൾക്ക് പട്ടിയെ പ്രവർത്തിക്കുന്ന കാണുന്നുണ്ട്. എന്നിട്ട് പോലും ഈ മനുഷ്യൻ എന്ന് പറയുന്ന ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ ഇതൊരു തട്ടിപ്പാണെന്ന് പറയുന്നു. ശരിക്കും നമുക്ക് ചിന്തിക്കാനുള്ള ഒരു കഴിവ്, ആ ഒരു ചിന്തിക്കാനുള്ള, അതിനെ ചിന്തിച്ച് പ്രവർത്തിച്ചെടുക്കാനുള്ള ഒരു കഴിവ് തന്നിട്ടിരിക്കുന്നത് മനുഷ്യർക്ക് മാത്രമാണ്. മറ്റെല്ലാ ജീവജാലങ്ങൾക്കും കൊടുത്തിരിക്കുന്നത് സ്പോർട്ടിന് ആവശ്യമായ സ്കില്ലാണ്, പഠനങ്ങളാണ്.
നമുക്ക് സ്പോട്ടിന് ആവശ്യമായതല്ല തന്നിരിക്കുന്നത്. നമുക്ക് കാലങ്ങളോളം ആവശ്യമുള്ളതിനെ പഠിച്ചെടുത്ത് സ്റ്റോർ ചെയ്ത് ആവശ്യാനുസരണം അതിനെ നമ്മൾ യൂസ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള മെമ്മറി പവറാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ ഒരു മൊബൈൽ വാങ്ങുകയാണെങ്കിലോ ഒരു ലാപ്ടോപ്പ് വാങ്ങുകയാണെങ്കിലോ നമ്മൾ നോക്കാറുണ്ടല്ലേ, ഇതിന് എത്ര കപ്പാസിറ്റി ഉണ്ട്, എത്ര റാമാണ് ഇതിനുള്ളത്, അല്ലേ, എത്ര കപ്പാസിറ്റിയാണ് ഇതിനുള്ളത് എന്നൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് നമ്മൾ വാങ്ങുന്നത്. നമ്മളെ വാങ്ങുമ്പോൾ ഞാൻ എൻ്റെ പടച്ച റബ്ബ് ഇവിടത്തേക്ക് അയക്കുന്ന സമയത്ത് എനിക്ക് ഇത്ര കപ്പാസിറ്റി വേണമെന്നോ, എന്നിൽ ഇത്ര റാം ഉണ്ടാവണമെന്നോ, എനിക്ക് ഇത്ര ബാറ്ററിക്കുള്ള പവർ ഉണ്ടാവണമെന്നോ എന്നൊന്നും ചോദിച്ചിട്ടില്ലല്ലോ നമ്മൾ വന്നത്. അല്ല. പക്ഷേ ഈ ഓരോരുത്തർക്കും, ഞാനും നിങ്ങളുമായി ഇവിടെ ഇരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും നമ്മളുടെ എനർജി, നമ്മളുടെ ആ ഒരു പവർ, നമ്മുടെ ആ ഒരു കപ്പാസിറ്റി, നമ്മുടെ ഒരു എല്ലാം 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 എത്ര വേണം എന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ബോഡിയിൽ ഓരോ സിസ്റ്റമാറ്റിക്കായി വെച്ച് സെറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഇവിടത്തേക്ക് അയച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ കയ്യിൽ കിട്ടിയ ഒരു മൊബൈൽ ഫോണിനെ നമ്മൾ അതിൻ്റെ എല്ലാ തലങ്ങളും നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏതൊക്കെ തലത്തിൽ നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റും എന്ന് നമ്മൾ നോക്കി മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, അതിൽ ഏതൊക്കെ അപ്ഡേഷൻസ് നമുക്ക് മാറ്റം വരുത്താൻ വേണ്ടി പറ്റും, ഏതൊക്കെ അപ്ഡേഷൻസ് നമുക്ക് അതിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റും എന്ന് നമ്മൾ ആലോചിച്ച് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, യഥാർത്ഥത്തിൽ ഞാനെന്ന ഈ വ്യക്തിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പറ്റും, ഞാനെന്ന ഈ വ്യക്തിയിൽ എന്തൊക്കെ അപ്ഡേഷൻസ് കൊണ്ടുവരാൻ വേണ്ടി പറ്റും, ഞാനെന്ന വ്യക്തിയിൽ എന്തൊക്കെ അപ്ഡേഷൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് പലപ്പോഴെങ്കിലും ഞാനോ നിങ്ങളോ ചിന്തിക്കാറില്ല എന്നുള്ളതാണ്. നമുക്ക് നമ്മളെ കുറിച്ചിട്ട് പഠിക്കാനും നമുക്ക് നമ്മളെ കുറിച്ചിട്ട് കൂടുതൽ മനസ്സിലാക്കാനും, ഈ ഞാനും നിങ്ങളും എന്ന് പറയുന്ന നമ്മൾ ഓരോരുത്തരും എന്ന് പറയുന്നത് ഒരു സമൂഹമാണ്, ഒരു സാമ്രാജ്യമാണ്, ഒരു ലോകമാണ്. ആ ഒരു ലോകത്തെ വളരെ സ്മൂത്തായി വളരെ നല്ല രീതിയിൽ കൊണ്ടുപോവാനും വേണ്ടി പഠിക്കാൻ വേണ്ടി പറ്റിയ ഏറ്റവും നല്ലൊരു ടൂളാണ് എനിയാഗ്രാം എന്ന് പറയുന്ന ടൂൾ. അപ്പം ഇതുകൊണ്ട് ഇൻഷാ അള്ളാ നമുക്ക് ഓരോരുത്തർക്കും എൻ്റെ ഇന്നത്തെ ഈ ഒരു ഉദ്ഘാടനത്തോട് കഴിഞ്ഞ് നമുക്ക് ഇൻഷാ അള്ളാ പെട്ടെന്ന് തന്നെ നമ്മുടെ സെക്കൻഡ് ബാച്ച് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. കൂടുതൽ നമുക്ക് നമ്മളെ മനസ്സിലാക്കിയിട്ട് അതിലേക്ക് ഇറങ്ങാനും കൂടുതൽ നമ്മളിലൂടെ മറ്റുള്ളവരിലേക്ക് ആ ഒരു വെളിച്ചത്തെ, ആ ഒരു പ്രകാശത്തെ, ആ ഒരു ലൈറ്റിനെ, നമ്മളെന്ന് പറയുന്ന നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ പടച്ചവൻ ഉദ്ദേശിച്ചു വെച്ചിരിക്കുന്ന പല പല കാര്യങ്ങളെയും ഈ ഭൂമിയിലേക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന വളരെ വിശാലമായ ഒരറിവിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി പറ്റട്ടെ. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരും ഇന്നിവിടെ വന്നിരിക്കുന്ന കുറഞ്ഞ പേര് മാത്രം ആണ് ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. കുഴപ്പമില്ല, എത്ര പേരാണെങ്കിലും നമുക്കൊരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരാളാണെങ്കിൽ ഒരാൾ അത് ആവശ്യപ്പെട്ട് വരുന്നവർക്ക് അത് കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമാണ്. കാരണം നമുക്ക് കിട്ടിയ ചെറിയൊരു അറിവിന് അത് വേറൊരാളേക്ക് എത്തിപ്പിച്ചു കൊടുക്കുക. വീണ്ടും നമ്മൾ ആ ഒരു ചെറിയ അറിവിനെ അല്പം കൂടി വളരാൻ നോക്കുക, അത് വളർത്തുക, അത് വളർത്തി നമ്മൾ അതിനെ വലിയൊരു വൻ വൃക്ഷമാവുന്നത് വരെ വളർത്തിക്കൊണ്ട് ഈ ഭൂമിയിലേക്ക് മാക്സിമം നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, നമ്മൾ ഓരോരുത്തരെ കൊണ്ടും പറ്റുന്ന രീതിയിൽ മറ്റുള്ളവരിലേക്ക് നമ്മൾ ഇത് എത്തിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് മാറണം എന്നുണ്ടെങ്കിൽ അത്രയും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഇപ്പൊ ഈ ഒരു ഓൺലൈൻ എന്ന് പറയുന്നത്. നമുക്ക് അവിടെ നോക്കുകയാണെങ്കിൽ അറിയാം അല്ലെ, കൊറോണയ്ക്ക് ശേഷമാണ് ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഇത്രയും വിപുലീകരിച്ചത്. നമുക്കറിയാം ഏതൊരു പ്രതിസന്ധി വരുമ്പോഴും അവിടെ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഇല്ലാതെ ഈ ഭൂമിയിലേക്ക് ഒരു ബുദ്ധിമുട്ടിനെയോ റബ്ബ് സുബ്ഹാനഹു വ തആല അയക്കില്ല എന്നുള്ളത്. കാരണം ബുദ്ധിമുട്ടോ പ്രശ്നമോ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല എന്നുള്ളതാണ്. പ്രശ്നമാണെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും നമുക്ക് അതിൻ്റെയൊക്കെ പിന്നിൽ ഒളിഞ്ഞു കിടക്കുന്ന ഏതോ ഒരു രഹസ്യമുണ്ട് എന്നുള്ളത്. പക്ഷേ സാധാരണക്കാരായ നമുക്ക് ഇതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യത്തെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഇവിടെ തന്നെ ആ കൊറോണ വന്ന സമയത്ത് എത്രയോ സാധാരണക്കാരായ മനുഷ്യർ ഇനി എനിക്ക് ജോലി എന്ത്, ഇനി എൻ്റെ മുമ്പിലോട്ടുള്ള ജീവിതം എന്ത്, ഞാൻ ഇനി എന്തിന് എന്നുള്ള അവസ്ഥയിൽ ശൂന്യതയിലാവുകയും മാനസികമായി തളരുകയും എത്രയോ പേരുടെ ആയുസ് പോലും ഇല്ലാതാവുകയും ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ അതേ സമയത്ത് കുറച്ചാളുകളിലും അവരുടെ ബ്രെയിന് പ്രവർത്തിക്കുകയാണ്. നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ചിന്തിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന ആ ബ്രെയിൻ ഉപയോഗിച്ച് ഇനി എന്ത് എന്നതിനപ്പുറത്തേക്ക് അവിടെ നിന്നും വീണെടുത്ത് നിന്നും ഇനിയും നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് അവിടെ നിന്ന് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇനിയും അപ്പുറത്തേക്ക് നമ്മളെന്ന് പറയുന്ന വ്യക്തി ഉണ്ടായത്
സീറോയിൽ നിന്നാണെങ്കിൽ ഇപ്പോഴും ആയിരിക്കണം ഈ സീറോയിൽ നിന്ന് നമുക്കിനിയും വളരാൻ വേണ്ടി പറ്റും എന്നുള്ളൊരവസ്ഥയിലേക്ക് ചിന്തിച്ചുകൊണ്ട് ഒരുപാട് അപ്ഡേഷൻസ് നടത്തിക്കൊണ്ടാണ് ഇന്ന് കാണുന്ന ഈ സൂം ആണെങ്കിലും ഗൂഗിൾ മീറ്റ് ആണെങ്കിലും അങ്ങനെ ഒരുപാട് സോഷ്യൽ മീഡിയകൾ അല്ലേ. എത്രമാത്രം സോഷ്യൽ മീഡിയകളാണ് നമ്മുടെ കൊറോണയ്ക്ക് ശേഷം വന്നത്. സത്യം പറയുകയാണെങ്കിൽ നമുക്ക് കൊറോണയ്ക്ക് ഒരു ബിഗ് താങ്ക്സ് കൊടുക്കണ്ടേ. ആ കൊറോണ വന്നതുകൊണ്ട് ഇന്ന് ഷാർജയിലുള്ള എൻ്റെ ഫ്ലാറ്റിനകത്തുള്ള ഒരു റൂമിലിരുന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുമ്പോൾ ഏതൊക്കെ ജില്ലകളിൽ നിന്നുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. പല ജില്ലകളിൽ നിന്നുള്ള പല ആളുകളും നമ്മുടെ കേൾക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കുന്ന ഈ ഒരു അവസ്ഥയിലേക്ക് വന്നെത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊറോണ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു പ്രതിസന്ധിയെ നമുക്ക് എത്രമാത്രം നെഞ്ചോട് ചേർക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നമുക്കുണ്ടാവുന്ന ഏതൊരു പെയിനാവട്ടെ ആ പെയിന് വേറൊരു കെയിനിന്റെ വിജയത്തിന്റെ താക്കോലായിരിക്കാം എന്നും കൂടി നമ്മൾ ഈ ഒരു സമയത്ത് മനസ്സിലാക്കണം, ഓർമ്മിക്കണം എന്നുള്ളതാണ്. അപ്പൊ എവിടെ നമുക്ക് വേദന വരുന്നുണ്ടോ, എവിടെയെങ്കിലും നമുക്ക് വേദന വരുന്ന സമയത്ത് അതിനപ്പുറത്തേക്ക് ആ വേദനയ്ക്ക് അപ്പുറത്തേക്ക് ഒരു സമാധാനമുണ്ട്. നമുക്കറിയാലോ, ഒരു കയറ്റം കയറുമ്പോൾ തന്നെ അറിയാലേ അതിനൊരു ഇറക്കം ഉണ്ടെന്ന്. കയറ്റവും ഇറക്കവും ഇല്ല എങ്കിൽ അവിടെ ജീവിതമില്ല. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കുടനെ മനസ്സിലാവാം. ഐസൊലേഷനിൽ നമ്മൾ ആരെങ്കിലും കിടത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെ, ആ ഒരു ഐസൊലേഷനിലെ മിഷനിലെ വേരിയേഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് സമാധാനമുള്ളൂ. അതല്ല, അതങ്ങോട്ട് ലൈൻ ആയാലോ നമ്മുടെ സമാധാനം അങ്ങോട്ട് പോയി എന്ന് വെച്ചാൽ ആളങ്ങോട്ട് തീർന്നു അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ജീവിതം സ്മൂത്തായി പോവണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്തുണ്ടാവണം, ഒരു കയറ്റവും ഒരു ഇറക്കവും എന്നും ഉണ്ടാവണം. എന്നും കയറ്റായാൽ എന്തായിരിക്കും അവസ്ഥ, നമ്മൾ ശ്വാസം മുട്ടി മരിക്കും. എന്ന് ഇറക്കായാലോ പോയി കുഴിയിൽ വീഴും. അപ്പോൾ നമുക്ക് എന്തുണ്ടാവണം, കയറ്റവും ഇറക്കവും രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫിനെ നമുക്ക് വളരെ സ്മൂത്തായി നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുകയുള്ളൂ. അങ്ങനെ ഈ കയറ്റം കയറുകയും ഇറക്കം ഇറങ്ങുകയും ചെയ്യുന്ന സമയത്ത്, കയറ്റം കയറുന്ന സമയത്ത് നമ്മുടെ കയറ്റത്തിന് ചിലപ്പോൾ എത്ര കിലോമീറ്റർ ഹൈയിൽ നമുക്ക് കയറേണ്ടിയിരിക്കുന്നു. അവിടെ കയറിയാൽ നമുക്ക് ഓക്സിജൻ കിട്ടുമോ, ഓക്സിജൻ കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ഓക്സിജൻ സിലിണ്ടർ കൊണ്ടുപോവേണ്ടി വരുമോ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾക്കിപ്പോൾ ചന്ദ്രനിലേക്കൊക്കെ ആളുകൾ പോവാറില്ലേ. ചന്ദ്രനിലേക്കൊക്കെ പോകുമ്പോൾ അവരെങ്ങനെയാണ് പോകുന്നത്, ഓക്സിജൻ സിലിണ്ടർ കൊണ്ടാണ് പോകുന്നത് അല്ലേ. അപ്പൊ ഇത്ര ദിവസം ഞാൻ അവിടെ താമസിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്ര ദിവസത്തെ ഓക്സിജനും കൊണ്ടുപോകണം. അവിടെ നിന്ന് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അവിടെ നിന്ന് കഴിക്കേണ്ട രീതിയിൽ സെറ്റ് ചെയ്ത് കൊണ്ടുപോകണം. എല്ലാം റെഡിയാക്കിയിട്ടാണ് എന്താവുന്നത്, നമ്മൾ ചന്ദ്രനിലേക്ക് പോകുന്നത്. അതേസമയം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആഴക്കടലിലേക്കും ആളുകൾ പോകുന്നുണ്ട്. ഈ ആഴക്കടലിലേക്ക് പോകുമ്പോഴും ഇങ്ങനെ പോകുന്നുള്ളൂ. ഞാൻ ആഴക്കടലിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ എത്ര ദിവസത്തെ പോക്കാണോ, എത്ര മണിക്കൂറത്തെ പോക്കാണോ, അതൊക്കെ മനസ്സിലാക്കി കാൽക്കുലേറ്റ് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള ഓക്സിജൻ സിലിണ്ടറൊക്കെ കരുതി വെച്ച് അവിടെ വേണ്ടിയിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സുകളൊക്കെ കരുതി വെച്ചുകൊണ്ടാണ് നമ്മൾ ആഴക്കടലിലേക്കും ഇറങ്ങുന്നത്. അല്ലാതെ ഒരിക്കലും നമ്മൾ അവിടെ ഇറങ്ങിയാൽ ആ ഇറക്കത്തിലേക്ക് തന്നെ സ്ഥായിയായി പോവുകയല്ല. ചന്ദ്രനിലേക്ക് പോയാൽ എന്നും അങ്ങോട്ടേക്ക് സ്ഥായിയായി പോവുകയല്ല. നമ്മൾ അവിടെ പോയാലും തിരിച്ച് ഇങ്ങോട്ട് വരുന്നുണ്ട്, അടിയിലേക്ക് പോയാലും നമ്മൾ തിരിച്ചിങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്ത് കൊണ്ടാണ് നമ്മുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബാലൻസ് ഇല്ലേ നമുക്ക് ജീവിതമില്ല എന്നുള്ളതാണ്. ആ ബാലൻസിനെ നമുക്ക് പഠിക്കുക എന്നുള്ളത് നമ്മൾക്ക് കയറ്റം വരുന്ന സമയത്ത് എത്ര ദിവസം ആണ് നമ്മുടെ യാത്ര, അതിന് എത്രമാത്രം നമ്മളുടെ കയ്യിൽ കരുതി വെക്കണം എന്നൊരു നോളജ് നമ്മൾക്ക് ഉണ്ടായിരിക്കുക. ഇറക്കം വരുമ്പോഴും എത്ര ദിവസത്തേതാണ് നമ്മുടെ യാത്ര, അതിനുള്ള നോളജ് നമുക്ക് ഉണ്ടായിരിക്കുക. അതിന് വേണ്ട സാധനങ്ങൾ നമ്മൾ ഓക്സിജൻ സിലിണ്ടർ കരുതിയിരിക്കുക എന്നുള്ളതാണ്. ഇത് രണ്ടും കരുതാത്ത സമയത്ത്, കയറ്റത്തിനെയോ ഇറക്കത്തിനെയോ മനസ്സിലാക്കാത്ത സമയത്താണ് നമുക്ക് എന്തായി വരുന്നത്, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് പ്രശ്നത്തിലാണെന്ന് നമുക്ക് തോന്നപ്പെടുന്നത്. ആ ജീവിതത്തെ കയറ്റവും ഇറക്കവും വരുമ്പോൾ പ്രശ്നമാണെന്ന് നമുക്ക് തോന്നുന്നതിനെ, ആ തോന്നലിനെ ഇല്ലാതെയാക്കണമെങ്കിൽ ഇതിനെ കുറിച്ചിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം, ഇതിനെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കണം. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. ഫസ്റ്റ് വൺ, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് കടലിനടിയിലേക്ക് പോകുമ്പോഴോ ചന്ദ്രനിലേക്ക് പോകുമ്പോഴോ വെറും ഒരു പ്ലാസ്റ്റിക് കവറിൽ അങ്ങോട്ട് നമുക്ക് ഓക്സിജൻ ഫില്ല് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അവിടെ നമുക്ക് അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലിരിക്കുന്ന സാധാ ഗ്യാസ് കുറ്റി എടുത്ത് അതിൽ ഓക്സിജൻ നിറച്ച് കൊണ്ടുപോയിട്ട് നമുക്ക് ശ്വസിക്കാൻ വേണ്ടി പറ്റുമോ? അതുമില്ല. ഇനി അതുമല്ല, നമ്മുടെ സാധാ ഒരു കുറച്ച് ബോട്ടിലെടുത്ത് ആ ബോട്ടിലേക്ക് അടച്ചു വെച്ച് ഇതിനൊക്കെ ഉള്ളിൽ ഓക്സിജൻ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അതും കൊണ്ടുപോയി നമുക്ക് ശ്വസിക്കാൻ വേണ്ടി പറ്റുമോ? അതില്ല. അപ്പൊ നമുക്ക് ഒരു പ്രശ്നം വരുന്ന സമയത്ത് ആ പ്രശ്നത്തിന് നമ്മൾ ഉപയോഗിക്കേണ്ട ടൂൾസുകൾ ഏതാണ്, ഏത് അവസ്ഥയിലാണ് അത് ഉപയോഗിക്കേണ്ടത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ
മാറ്റം വരുത്തുകയാണ്. നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ ഓക്സിജൻ എടുക്കുന്ന സമയത്ത്, നമ്മൾ ശ്വാസോച്ഛ്വാസം നടത്തുന്ന സമയത്ത് നമ്മൾ അതിനെക്കുറിച്ചിട്ട് അറിയുന്നേ ഇല്ല. പക്ഷെ നമ്മളൊന്ന് ചന്ദ്രനിലേക്കോ ആഴക്കടലിലേക്കോ ഇറങ്ങുന്ന സമയത്ത് ആ ഓക്സിജൻ നിറക്കാനുള്ള സ്പെസിഫിക് ചെയ്ത സിലിണ്ടറുകളൊക്കെ എടുത്ത് നമ്മുടെ മൂക്കിലേക്കൊക്കെ അതിന്റെ വയറൊക്കെ ഘടിപ്പിച്ച് അതിനൊക്കെ വേണ്ട സെറ്റിങ്സ് ഒക്കെ ചെയ്തുകൊണ്ട് അതിനെ ബാക്കിലേക്ക് ഇട്ട് കെട്ടി അതിനൊരു ബാഗ് മോഡലിലൊക്കെ ആക്കി അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ചെയ്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത് എന്നുള്ളത്. എന്തുകൊണ്ട്? നമുക്കത് മനസ്സിലായിട്ടുണ്ട്. ഇവിടെ ഇന്നൊരു ഇഷ്യൂ വരാനുണ്ട്, അതല്ലെങ്കിൽ നമ്മൾ അവിടെ എന്തായി പോവാൻ ചാൻസ് കൂടുതലാണ്, അവിടെ നമുക്ക് ആ ഒരു പ്രശ്നത്തിന് പരിഹാരം പിന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. ലൈഫിലേക്ക് ഒന്ന് കയറുമ്പോഴും ഒന്ന് ഇറങ്ങുമ്പോഴും ഇവിടെ നമുക്ക് ഏത് ടൂൾസ് ആണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള ചെറിയൊരു അറിവ്, ആ ഒരു ചെറിയൊരു അറിവ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ അറിവ് ഉപയോഗിച്ചുകൊണ്ട് കയറ്റമാണോ ഇറക്കമാണോ ഏതവസ്ഥയായിക്കോട്ടെ എല്ലാ അവസ്ഥയിലും എല്ലാ സാഹചര്യത്തിലും എല്ലാ സിറ്റുവേഷൻസുകളിലും നമുക്ക് ചിരിച്ച് സന്തോഷത്തോടു കൂടി ഇരിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഞാൻ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ. നമ്മുടെ ഫസ്റ്റ് ബാച്ചിൽ അറ്റൻഡ് ചെയ്ത കുറഞ്ഞ പേരെങ്കിലും ഇവിടെ ഉണ്ട്. നിങ്ങളുടെ ആ ബാച്ചിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് ഇവിടെ നിന്ന് പറയുകയാണെങ്കിൽ നെക്സ്റ്റ് ബാച്ചിലുള്ളവർക്ക് അതൊരു ബെനിഫിറ്റ് ആയിരിക്കും. ആരെങ്കിലും ഒരാൾ പെട്ടെന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ. ഇപ്പൊ ലിങ്ക് കട്ടായി പോകും. അല്ലെങ്കിൽ ഫസ്റ്റ് ബാച്ചിൽ ഉണ്ടായിരിക്കണം. ഇതിലൊരു 3-4 പേരെ കാണുന്നുണ്ട്. ഞാൻ അവരെ പേര് വിളിക്കുന്നില്ല. നിങ്ങൾക്ക് പറയാൻ പറ്റും. നിങ്ങൾക്ക് അതിൽ പറയാനായിട്ട് എന്താ തോന്നിയിട്ടിരിക്കുന്നവർക്ക് ഒന്ന് അൺമ്യൂട്ടാക്കി സംസാരിക്കാം. ഓക്കെ, ആരും പറയുന്നില്ല? പറഞ്ഞു കേട്ടോ. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് വളരെ വിലപ്പെട്ടതായിരിക്കാം. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഇവരിലേക്ക് റെക്കോർഡ് ആയതുകൊണ്ടാണോ പറയാത്തത്? ഒരു 1-2 വാക്കിൽ പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും ലൈഫിലേക്ക് അത് ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ അതന്നെ ഈ ഒരു ക്ലാസ്സിലൂടെ തന്നെ നമുക്ക് നമ്മളൊരു പേഴ്സണാലിറ്റി കംപ്ലീറ്റ് ഏകദേശം നല്ല ഒരു രൂപത്തിൽ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പൊ അതിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളവരെ നന്നാക്കുന്നതിനേക്കാളും നമ്മൾ സ്വയം നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയാൻ പറ്റും ഇങ്ങനത്തെ ഒരു ക്ലാസ്സിലൂടെ. അങ്ങനെ പറ്റിയിട്ടുണ്ട്. എന്തായാലും തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഇനി ആർക്കെങ്കിലും ഒരാൾക്കും കൂടി ഒന്ന് സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് സംസാരിച്ചോളൂ കേട്ടോ. ജെൻസിന്റെ ഭാഗത്തുനിന്ന് ആർക്കെങ്കിലും പറ്റുമോ സംസാരിക്കാൻ? ഫ്രീ ആണോ? ഡ്യൂട്ടിയിലാണോ? ഓക്കെ ഓക്കെ, ഷോപ്പിലാണല്ലേ. ഓക്കെ, കുഴപ്പമില്ല ഷോപ്പിലാണെങ്കിൽ. പിന്നെ വേറെ ആർക്കാ സംസാരിക്കാനുള്ളത്? വേറെ എനിക്കിപ്പം ഇതിൽ കാണുന്നുള്ളത് ഇനി ആരാന്നുള്ളത് മറ്റേ ചെയ്തതില്. ഓക്കെ, കുഴപ്പമില്ല. ഇനി ഏതായാലും ഫസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തവർക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഇവിടെ ചോദിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ചോദിക്കാം, അല്ലെങ്കിൽ പിന്നീട് വാട്സാപ്പിൽ ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ ചോദിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ആർക്കും ഒന്നും ചോദിക്കാനും പറയാനും ഇല്ല എന്ന് വിചാരിക്കുന്നു. ഇനി അഥവാ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുക. ഇൻഷാ അല്ലാഹ് കൂടുതൽ ആളുകളിലേക്ക് എത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ വേറെ ഒന്നും നിങ്ങൾക്ക് ചോദിക്കാനും പറയാനില്ലെങ്കിൽ നമുക്ക് എൻഡ് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ.
ഓക്കെ ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.